മോചനം കാത്തുകഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടായില്ല. 2 ആഴ്ച കഴിഞ്ഞ് കേസ് പരിഗണിക്കും എന്നുള്ള വിവരമാണ് വരുന്നത്. ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കാണുകയാണ്. റഹീമിന്റെ അമ്മയും ഉമ്മയും കൂടെയുണ്ട്. സംസാരിച്ചതാണ്. അപ്പോൾ അവര് പറഞ്ഞതും രണ്ട് ഓപ്ഷനാണ് പറഞ്ഞിരുന്നത്. ഇവർക്ക് ഒരു ഗവൺമെന്റ് പ്രൊസീജിയർ പ്രകാരം ഒരു 5-10 വർഷം അവർക്ക് ശിക്ഷ ഉണ്ടാവും. അപ്പോൾ 18 വർഷം ഓൾറെഡി അനുഭവിച്ചത് കൊണ്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് പെട്ടെന്ന് റിലീസ് ഓർഡർ ആയിരിക്കും ഉണ്ടാവുക എന്നായിരുന്നു നമ്മോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇതാണ്. അവിടുത്തെ നിയമസഭാ സമിതിന്റെ വിവരങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം. ഇല്ല, കറക്റ്റ് ഇൻഫർമേഷൻ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു മറുപടി മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്ത അല്ല ഞാൻ തരുന്നത്. അതാണ് ഇപ്പോൾ. അതെ, അവനും നമ്മളൊക്കെ ഒരേ മാതിരിയാണല്ലോ. അവനിപ്പോ നമ്മൾ അവിടുത്തെ നിയമങ്ങൾ നമ്മൾ ആർക്കും അറിയില്ലല്ലോ. നമ്മള് അവനേറ്റ് കൂടിയിരുന്ന് നമ്മള് എന്താ പറയാ സംസാരിച്ച് പിരിഞ്ഞു പോന്നതാണ്. അവൻ നല്ല പ്രതീക്ഷയിലായിരുന്നു. അവൻ ചോദിച്ച ചോദ്യമുണ്ട്. നമ്മള് ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് എന്താ കുടുംബങ്ങൾ ഒന്നായിട്ട് കണ്ടുവരുന്നത്. അപ്പം നമുക്കൊരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് ഉമ്മാനെയും കൂട്ടിപ്പോയത്. ഉമ്മാന്റെ ഒരു എന്താ പറയാ, എന്നോട് എപ്പോഴും പറയില്ല അമ്മ ഡേറ്റ് പറയും, മോനെ ഡേറ്റ് പറയും. എനിക്ക് ഡേറ്റ് പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇതന്നെ കണ്ടില്ല, ഇപ്പൊ 2 ആഴ്ച നീട്ടി വെച്ചു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഉമ്മാന്റെ നിർബന്ധത്തിനാണ് ഞാൻ ഉമ്മാനെ ഇവിടുന്ന് കൊണ്ടുപോയത്, കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടായിട്ടില്ല. അതായത് പുറത്തുള്ള പല എന്താ പറയാ അപവാദ പ്രചരണങ്ങളും മറ്റും കമ്മിറ്റിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുടുംബത്തിന് അങ്ങനെ വിഷയം ഉണ്ടായില്ല. നമ്മളിപ്പോ അവര് ഉണ്ടാക്കിയ ഓരോ വലകള് നമുക്ക് കമ്മിറ്റിക്കും കുടുംബത്തിനും എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇതുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇതിൽ ഇങ്ങോട്ട് എന്താ പറയാ ഇതിലേക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. തിരിച്ചു വരാൻ അവനും കൂട്ടി വരണമെന്ന് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ അങ്ങനെ കണ്ടമാനം നിൽക്കാൻ പറ്റില്ല. ഓന് വരുമ്പോൾ സ്വീകരിക്കാൻ നിങ്ങളവിടെ എത്തുന്നില്ല ആംബുലൻസെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുന്നിട്ട് പോകുന്നതാണ്. അപ്പം ഓനും ഇങ്ങോട്ട് വരും, ഓർപ്പെട്ട നാളെ അവിടെ എത്തും. അതിൻ്റെ മുന്നിലായിട്ട് ഞാൻ എത്തിച്ച് അങ്ങോട്ട് പോകുന്നതാണ്. അവിടെ പോയി കണ്ടമാനം ഇപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുമോ? ഒരേ ഡേറ്റ് മാറ്റി ഇങ്ങോട്ട് വരാനും ഒരുങ്ങണം. അപ്പോൾ ഞാൻ നിർബന്ധിച്ചാണ് ഒന്ന് കൊണ്ടേക്ക് കാട്ടിത്തരി, വരികയാണെങ്കിൽ ഒപ്പരം പോരാ, എല്ലാം കണ്ടുപോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത്. ഇപ്പം അങ്ങനത്തെ എല്ലാം കേൾക്കുന്നു. എത്രയും പെട്ടെന്ന് കഴിച്ചിലാകാനുള്ള പണികളൊക്കെ ചെയ്ത് ഇട്ടൊന്നും ഇങ്ങോട്ട് എത്തിച്ചേരും മക്കളെ. കാണാൻ എത്ര കാലമായി ഇങ്ങനെ നീർന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കണ്ടുപോന്നിക്കാന്നല്ല. കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കുറച്ച് നേരം സംസാരം കരഞ്ഞും കൊണ്ടും ആക്കിക്കൊണ്ട് എന്തൊക്കെ പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. ചെന്നിട്ട് ഇങ്ങോട്ട് ഇത്രയും കൊല്ലായിട്ടുണ്ട് മോനെ കാണില്ല. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ച് ഓനക്ക് ചായ കൊണ്ടേ കൊടുത്ത്, ഓനിക്ക് ചായ ഒന്ന് ഞാൻ ചായ കുടിച്ച് ഓനക്ക് കൊടുത്ത് വലിയ ഒപ്പരുള്ള വില ഉണ്ടാളി അതും കണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. വെച്ച് പോയിക്കോടി, ഞാൻ അടുത്ത ആഴ്ച തന്നെ കഴിച്ചിലാവും വരും ഓനും പറഞ്ഞു. അവർ നല്ല പ്രതീക്ഷയില്ല, നമ്മളെല്ലാം പ്രതീക്ഷയില്ലേ. നമ്മളെ കമ്മിറ്റി ഇവരൊക്കെ കണ്ടു, നമ്മളെ എംബസിയിൽ പോയി, അവരൊക്കെ നല്ലൊരു എംബസി ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് നല്ലൊരു എന്താ പറയാ ഒരു പ്രതീക്ഷ നമുക്ക് തന്നിരുന്നത്. ആ ഒരു പ്രതീക്ഷയോട് കൂടി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചതും. പക്ഷെ ഇപ്പോഴത്തെ ഒരു വാർത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നല്ല കേൾക്കല്ലോ, വരുമല്ലോ, നാളെ അവിടെ എത്തല്ലോ എന്നുള്ള ആ ഒരു ഇതിനെ നിൽക്കും. ഇപ്പം അങ്ങനത്തെ ആളെ കേൾക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യും? നന്നാക്കി തെറ്റല്ല എന്ത് പറയാം. കയ്യനെ ഞാൻ കാത്തിരിക്കും. ഇരുന്നിരുന്ന് താൻ തെറ്റി എന്താ ഞാൻ ചെയ്യുന്നത്? അതേ ബെഞ്ചിനാണ് ഇപ്പൊ ഇന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ള വിവരം വരുന്നത്. പക്ഷെ അവിടുത്തെ നിയമം എല്ലാവർക്കും അറിയാലോ. പ്രൈവറ്റ് ഇതില് എല്ലാം കഴിഞ്ഞു, മാപ്പ് കൊടുക്കുന്നതോട് കൂടി റദ്ദ് ചെയ്ത് അവരുടെ കേസ് കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടുന്ന് കിട്ടുന്ന വിവരം, എംബസിയിൽ നിന്ന് കിട്ടിയ വിവരം ഇതാണ്, ഒരു 5-10 വർഷമാണ് ഒരു കൊലപാതകത്തിനുള്ള ശിക്ഷ. അപ്പോൾ അത് ഇതിൽ കൂടെ ആയതുകൊണ്ട് 18 വർഷം ആയതുകൊണ്ട് അപ്പോൾ ഇതിൽ മൈനസ് ചെയ്ത് അവർക്ക് എന്താ പറയുക നാട് പിടിക്കാം, നാട് കടത്താന്നുള്ള. അതെ അതെ, അങ്ങനെയാണ് നമുക്ക് തന്നിരുന്ന വിവരം. പക്ഷെ ഇതിപ്പം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നു, എന്താണെന്നറിയില്ല. അതെ അതെ അതെ, എല്ലാവർക്കും അറിയാലോ. പക്ഷെ സൗദിന്റെ നിയമം എന്താ പറയാ
കൊലക്ക് കൊല എന്നുള്ളതും പിന്നെ അല്ലെങ്കിൽ അതിനെ പ്രതി അപ്പം ഓപ്പോസിറ്റ് ടീം മാപ്പ് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അതിപ്പോൾ സംഭവിച്ചു, ഒരു ദിയാപണം വാങ്ങിച്ച മാപ്പ് തന്നല്ലോ. ഇപ്പൊ ഈ ഗവൺമെന്റ് പ്രൊസീജിയർ എന്താണ് ഇങ്ങനെ വൈകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പോട്ടെ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ചുള്ള വിധി ഇന്നുണ്ടാകുമെന്ന് കരുതിയിരുന്നു. 34 ലക്ഷത്തോളം ക്രൗഡ് ഫണ്ടിംഗ് കൂടി നടത്തിയാണ് സൗദിയിൽ കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം സമ്മതിച്ചതനുസരിച്ച് ദയാധനം കൈമാറിയത്. പക്ഷേ ഇന്ന് ആ വിധി ഉണ്ടായില്ല. 18 വർഷത്തോളം റഹീം ജയിലിൽ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് റൈറ്റ് ആക്ട് പ്രകാരം ഇനി കൂടുതൽ കാലം ശിക്ഷ വെച്ച് താമസിപ്പിക്കാതെ പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പബ്ലിക് പ്രോസിക്യൂഷന്റെ നിലപാടൊക്കെ വലിയ നിർണായകമാകും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതുണ്ടായിട്ടില്ല. ഔദ്യോഗികപരമായിട്ടുള്ള അറിയിപ്പ് അല്പസമയത്തിനകം ലഭിക്കുമെന്നുകൂടി റഹീമിന്റെ കുടുംബാംഗങ്ങൾ പറയുമ്പോൾ MS അനീഷ് കുമാർ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, മകനെയും കൂട്ടി തിരികെ വരാം എന്നുള്ള പ്രതീക്ഷയിൽ മടങ്ങിപ്പോയ സൗദിയിലേക്ക് പോയ റഹീമിന്റെ ഉമ്മ അങ്ങനെ അല്ലാതെ തിരിച്ചു വരേണ്ടി വരുന്നു. അത്യന്തം നിരാശ. ഇത്രയും വർഷത്തോളം ജയിലിലായിരുന്ന മകൻ ഇത്രയും വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും തിരികെ എത്തുന്നത് സംബന്ധിച്ച് ഒരു അവ്യക്തത തുടരുന്നു എന്നാണോ പറയുന്നത്? ഇതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരം ലഭ്യമായിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ഔദ്യോഗികമായ വിവരം ഇനി വന്നിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും അവിടെ നിന്നും ലഭിക്കുന്ന വന്നിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 2 ആഴ്ചത്തെ കൂടി കേസ് മാറ്റിയിരിക്കുന്നു. നേരത്തെ ഈ ദയാധനം സ്വീകരിച്ച് ഈ മാപ്പ് നൽകാൻ തീരുമാനമെടുത്ത ബെഞ്ച് തന്നെയാണ് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദയാധനം സ്വീകരിച്ച് ഈ മാപ്പ് സാക്ഷി അല്ലെങ്കിൽ മാപ്പ് നൽകിയ കോടതി മറ്റൊരു ബെഞ്ച് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് കാരണം കുറച്ച് മാസങ്ങൾ മുന്നോട്ട് നീങ്ങി. അതിനുശേഷമാണ് ചീഫ് ജസ്റ്റിസ് അതേ ബെഞ്ച് തന്നെ ഇക്കാര്യത്തിൽ വാദം കേൾക്കണമെന്ന നിർദ്ദേശം നൽകിയത്. അത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് വാദം കേട്ടത്. ഇന്ന് ഒരുപക്ഷെ ഉത്തരവ് വരും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കുടുംബം. എന്നാൽ 2 ആഴ്ചത്തെ കൂടി കേസ് മാറ്റിയിരിക്കുന്ന ഒരു നടപടിക്രമമാണ്. എന്താണ് ഇത്തരത്തിൽ ഇന്നും കേസ് മാറ്റാൻ എന്നതിനെക്കുറിച്ച് കുടുംബത്തിന് ഇപ്പോഴും വ്യക്തതയില്ല. ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇന്ന് ഈ പുറത്തേക്ക് വരാനുള്ള ഉത്തരവ് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം സൗദിയിൽ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ശിക്ഷയാണെങ്കിൽ പോലും കുറ്റവുമായി ബന്ധപ്പെട്ട ശിക്ഷയാണെങ്കിൽ പോലും 10 വർഷം തടവൊക്കെയാണ് ലഭിക്കുക. ഇത് 18 വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ തടവ് ശിക്ഷയുടെ കാലാവധി തന്നെ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഡീപ്പോർട്ട് ചെയ്യുക, അതായത് സൗദിയിൽ നിന്നും പുറത്താക്കുക എന്നൊരു നടപടി അധികം വൈകാതെ ഉണ്ടാവുമെന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് കുടുംബത്തിന് ലഭിച്ചതും. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം വന്നിട്ടില്ല. എന്താണ് പിന്നിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ഇപ്പോഴും കുടുംബത്തിന് ലഭ്യമാവുന്നില്ല. എന്തായാലും ഉമ്മയും സഹോദരനും അടക്കമുള്ളവർ സൗദിയിലേക്ക് പോയിരുന്നു, റഹീമിനെ കണ്ടിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് അവർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഒരുപക്ഷെ റഹീമുമായി നാട്ടിലേക്ക് മടങ്ങിയെത്താം എന്ന പ്രതീക്ഷയിലായിരുന്നു ഉമ്മയും സഹോദരനുമൊക്കെ ഉള്ളത്. പക്ഷേ അനിശ്ചിതമായി ഒരു ഉത്തരവ് ലഭിക്കുന്നത് വരെ നാട്ടിൽ കഴിയാനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും നാട് ഒന്നാകെ ഒരാളുടെ ജീവന് വേണ്ടി അണിനിരുന്ന കാഴ്ചയാണ് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ടത്. എല്ലാ പരിഗണനകൾക്കും അപ്പുറം, രാഷ്ട്രീയ മത വർഗീയ വ്യതിയാനങ്ങൾക്കൊക്കെ അപ്പുറം ഒറ്റക്കെട്ടായി ജനങ്ങൾ അണിനിരക്കുകയും അവർ പണം നൽകുകയും ഈ പണം ഉപയോഗിച്ച് സൗദി ബാലന്റെ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് ദയാധനമായി നൽകുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അനിശ്ചിതമായി പോന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു നിരാശ കുടുംബത്തിൻ്റെ വാക്കുകളുണ്ട്, അമ്മയുടെ വാക്കുകളുണ്ട്. എങ്ങനെയെങ്കിലും തൻ്റെ മകനെ ഒന്ന് നാട്ടിലെത്തിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. നേരത്തെ മകനെ ഒരു നോക്ക് കാണാനായി, കാരണം 18 വർഷത്തിന് മുമ്പാണ് മകനെ അവസാനമായി കണ്ടത്. അങ്ങനെ കാണാനുള്ള ആഗ്രഹം അടക്കാനാവാതെ ആ അമ്മ കടൽ കടന്ന് വിദേശത്തേക്ക് പോവുകയും മകനെ കാണുകയും സംസാരിക്കുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇനിയും എത്രയും പെട്ടെന്നൊന്ന് മകനെ തൻ്റെ വീട്ടിലെത്തിയാൽ, തൻ്റെ സുരക്ഷിതമായ കരവലയത്തിൽ എത്തിച്ചാൽ മാത്രമേ തനിക്കൊരു സമാധാനം ലഭിക്കൂ എന്നാണ് ആ കുടുംബം പറയുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ നടന്ന ഔദ്യോഗിക നടപടിക്രമങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പസമയത്തിനകം ഒരു വ്യക്തമായ ചിത്രം കിട്ടും. എന്താണ് ഈ മോചനം വൈകുന്നതിനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ, സാങ്കേതിക നൂലാമാല എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പസമയത്തിനകം വിവരം ലഭിക്കും. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകുമ്പോൾ നിരാശയിൽ അബ്ദുൾ റഹീമിന്റെ കുടുംബവും ഉമ്മയും. ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് വന്നിട്ടില്ല. എന്തുകൊണ്ട് ഇന്ന് കേസ് പരിഗണിച്ചില്ല, എന്തുകൊണ്ട് ആ നിർണായകമായിട്ടുള്ള മോചന ഉത്തരവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ എല്ലാം ഉത്തരം
അല്പസമയത്തിനകം ലഭിക്കുമെന്ന് കൂടിയാണ് റഹീമിന്റെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.